ഹലോ മൈ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. എവർക്കും വീടെക് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ആക്കണം. അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് കൊണ്ടുവന്നത് ടൊയോട്ട ഇത്തിയോസ് ലിവ പെട്രോൾ എഞ്ചിനുമായിട്ടാണ്. അപ്പോൾ നമ്മൾ ഒരു 2 ആഴ്ച മുന്നേ ഒരു ഡീസൽ ഇത്തിയോസ് റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ഡീറ്റെയിൽ റിവ്യൂ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നല്ല റെസ്പോൺസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അത് കമൻറ്റ് ബോക്സ് ആയാലും നല്ല വ്യൂസും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ചാനലിൽ വെച്ചിട്ട് നല്ലൊരു വ്യൂസും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോൻ്റെ ഇടയിൽ കുറേ കമൻറ്റ്സ് ഉണ്ട്. പെട്രോൾ ഇത്തിയോസ് എങ്ങനെയാണ്, സെക്കൻഡ്സ് എടുക്കാൻ താല്പര്യമുള്ളവരൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് പെട്രോൾ ഇത്തിയോസ് ലിവൻ്റെ ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽ റിവ്യൂ ആയിട്ടാണ് നമ്മൾ വന്നുള്ളത്. അപ്പോൾ ഇത് 1200 കിവി കപ്പാസിറ്റി വരുന്നൊരു എഞ്ചിനാണ് ഈ ഒരു വണ്ടിക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ റോഡ് മൊത്തം ഹാച്ച് ബാക്ക് കാറുകളാണ്. അപ്പോൾ ഹാച്ച് ബാക്ക് കാറുകൾക്ക് നല്ല മാർക്കറ്റാണ് കേരള മാർക്കറ്റിൽ. അപ്പോൾ അതിൽ ഏറ്റവും നല്ലൊരു ഹാച്ച് ബാക്ക് കാർ തന്നെയാണ് ഈ ഇത്തിയോസ് ലിവ എന്നുള്ളത്. അപ്പോൾ അതിന് 2 വേരിയൻ്റ്, ഒന്ന് ഡീസൽ വേരിയൻ്റ്, ഒന്ന് പെട്രോൾ വേരിയൻ്റ്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് കൊണ്ടുവന്നുള്ള വണ്ടി പെട്രോൾ വേരിയൻ്റ് ആണ്. അപ്പോൾ ഇത് ഓടിക്കാൻ നല്ലൊരു റൈഡിങ് കംഫർട്ടും കാര്യങ്ങളൊക്കെ ഉള്ളൊരു കാർ തന്നെയാണ്. ഇപ്പോൾ ഈ ഒരു വണ്ടീൻ്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് സെക്കൻഡ്സ് മാർക്കറ്റിലാണെങ്കിൽ ഒരു 2.5 ലക്ഷം 3 ലക്ഷം രൂപയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ലൊരു 2013-14 വണ്ടിയൊക്കെ കിട്ടുകയാണെങ്കിൽ ഇഷ്ടംപോലെ ആൾക്കാർ വെയിറ്റിംഗ് ആണ് ഈ ഒരു വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഡീസൽ വണ്ടിക്കാണെങ്കിലും നല്ല മാർക്കറ്റാണ്. ഈ ഡീസലാണെങ്കിൽ ഒന്നുകൂടി ഫ്യൂൽ എഫിഷ്യൻസി കാര്യത്തിൽ അടിപൊളിയാണ്. ഏകദേശം 10-23 കിലോമീറ്റർ വരെ മൈലേജ് കിട്ടുന്ന ഡീസൽ ഇത്തിയോസുകളുണ്ട്. അത് നല്ലൊരു എന്താ പറയുക, പ്രൈസ് റേഞ്ച് ആണെങ്കിലും ഫ്യൂൽ എഫിഷ്യൻസിയുടെ കാര്യത്തിലാണെങ്കിൽ ഡീസൽ ഇത്തിയോസ് അടിപൊളിയാണ്. അതേപോലെ തന്നെ പെട്രോൾ ഇത്തിയോസ് ലിവയും നല്ല ഫാൻസുള്ളൊരു വണ്ടിയാണ്. ഈ ഒരു വണ്ടിൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ കുറച്ച് ഓൾഡായിട്ടുണ്ട്. കാരണം ഇത് 2011 ഇറങ്ങിയ വണ്ടിയാണ്. അന്ന് തൊട്ട് ഇന്ന് വരെയും മാർക്കറ്റ് വാല്യൂ ഒന്നും ഒരു കുറവില്ല. ഈ ഒരു വണ്ടിക്ക് ഏകദേശം 2.5 ലക്ഷം 3 ലക്ഷം രൂപയൊക്കെ ആവും സ്റ്റാർട്ടിങ് തന്നെ നല്ലൊരു വണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് സെക്കൻഡ്സ് മാർക്കറ്റിൽ. ഒരു ഫാമിലി ഫസ്റ്റ് ആയിട്ട് എടുക്കാൻ പോകുന്ന സെക്കൻഡ്സ് കാറായാലും അതേപോലെ ഒരു സാധാരണക്കാരന് അഫോർഡബിൾ ആയിട്ട് ഒരു 5 സീറ്റർ ഹാച്ച് ബാക്ക് കാറാ തരണമെങ്കിൽ ഈ ഒരു എത്തിയോസ് ലിവ നല്ലൊരു കാറായിരിക്കും. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഇതിൻ്റെ ഡീസലാണെങ്കിലും പെട്രോൾ ആണെങ്കിലും പവറിൽ വലിയൊരു വ്യത്യാസം കാര്യങ്ങളും ഇല്ല. പവർ വ്യത്യാസത്തിന് ഡീസൽ കുറച്ചും കൂടി പവർഫുള്ളാണ്. അതേപോലെ തന്നെ ഫ്യൂൽ എഫിഷ്യൻസി കൂടുതൽ ഡീസലിന് തന്നെയാണ്. കാരണം ഈ ഒരു വണ്ടിക്ക് ഏകദേശം വരുന്നത് നമുക്ക് കിട്ടുന്നത് ഒരു 13 കിലോമീറ്റർ മൈലേജൊക്കെയാണ് ഈ ഒരു വണ്ടിക്ക് കിട്ടുന്നത്. അതിലും കൂടുതൽ കിട്ടാറില്ല. അപ്പോൾ നമ്മളെ ഈ ഒരു ഡീസൽ ഇത്തിയോസ് ലിവ നമ്മൾ റിവ്യൂ തരുന്ന ആ വണ്ടിക്ക് ഏകദേശം 20+ മൈലേജ് കിട്ടിയായിരുന്നു. കാരണം വെച്ചാൽ 20ൻ്റെ മേലെ 21-22 കിലോമീറ്റർ മൈലേജൊക്കെ AC ഇട്ട് ഓടുമ്പോഴും കിട്ടിയായിരുന്നു. അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പെട്രോൾ വണ്ടിക്ക് വരുന്നത് ഒരു 12-13 കിലോമീറ്റർ മൈലേജൊക്കെയാണ് AC ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ അത്രമാത്രം അഫോർഡബിൾ അല്ല. അതേപോലെ തന്നെ നമ്മളെ ഈ ഒരു ബൂട്ട് സ്പേസും കാര്യങ്ങളും കാണിച്ചു തരാം. 251 ലിറ്ററാണ് ഈ ഒരു ബൂട്ട് സ്പേസും കാര്യങ്ങളും വരുന്നത്. അപ്പോൾ ഈ ഒരു എത്തിയോസ് ലിവ ഹാച്ച് ബാക്ക് കാറിൽ അത്യാവശ്യം നല്ല ലഗേജസും കാര്യങ്ങളും നമുക്ക് കൊള്ളിക്കാൻ പറ്റും. നല്ലൊരു 5 സീറ്റർ കാർ തന്നെയാണ് ഈ ഒരു വണ്ടി. ഇപ്പോൾ നമ്മളെ കംപ്ലയിൻസും കാര്യങ്ങളാണെങ്കിൽ ഒട്ടും ഇല്ലയെന്ന് തന്നെ പറയാൻ പറ്റും. നമുക്ക് വരുന്നത് ഏകദേശം ഈ ഒരു വണ്ടി സർവീസ് ചെയ്യാനൊക്കെ 2500 രൂപ മാത്രമാണ്. ഈ ഒരു ടൊയോട്ട ഇത്തിയോസ് ലിവ ഇന്ത്യൻ മാർക്കറ്റിൽ നല്ല വിജയിച്ചൊരു വണ്ടി തന്നെയാണ്. കാരണം വെച്ചാൽ ഇതിന്റെ എഞ്ചിൻ അത്ര റിഫൈൻഡ് ആയിട്ടുള്ളൊരു എഞ്ചിനാണ്. റിഫൈൻമെന്റ്സിന്റെ കാര്യത്തിൽ ടൊയോട്ട ഒട്ടും ബാക്കിലല്ല. അപ്പോൾ ഈ ഒരു വണ്ടി വന്നുള്ളത് 13 വർഷം പഴക്കം ഈ ഒരു വണ്ടിക്ക് ഉണ്ട്. പക്ഷെ ബോഡി ആണെങ്കിലും എഞ്ചിൻ ആണെങ്കിലും സ്റ്റിൽ പഴയ ആ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളും ഈ ഒരു വണ്ടിക്ക് ഉണ്ട്. അതായത് ഒരു പഴയ വണ്ടി ഓടിക്കുന്ന ഒരു ഫീലും വണ്ടി തരുന്നില്ല. അത് തന്നെയാണ് സെക്കൻഡ് മാർക്കറ്റിലൊക്കെ ടൊയോട്ട വണ്ടികൾക്ക് ഇത്രയും പ്രൈസ് കൂടാനുള്ള കാരണം, റീസെയിൽ വാല്യൂ കൂടാൻ കാരണം വെച്ചാൽ ഈ ഒരു വണ്ടികളിൽ സെക്കൻഡ്സ് എടുക്കുന്നവർക്കും നല്ല അടിപൊളിയായിട്ട് ഓടിക്കാൻ പറ്റും. അതേപോലെ തന്നെ എന്താ പറയുക, കംപ്ലയിൻസും കാര്യങ്ങളും ഉണ്ടാവില്ല, ഒരു പഴക്കവും തോന്നിക്കില്ല. 1 ലക്ഷം കിലോമീറ്ററാണ് ഇപ്പോൾ ഈ ഒരു വണ്ടി ഓടിയിട്ടുള്ള സ്റ്റിൽ. അപ്പോൾ ഈ ഒരു 1 ലക്ഷം ഓടിയ ഈ ഒരു വണ്ടിക്ക് പോലും പുതിയൊരു വണ്ടി ഓടിക്കണം അതേ ഒരു ഫീൽ തന്നെ നമുക്ക് റൈഡിങ് കംഫോർട്ടായാലും അതേപോലെ തന്നെ നമ്മൾ ആ എഞ്ചിൻ സൈഡിലെ റിഫൈൻമെൻറ്റും കാര്യങ്ങളും സ്റ്റിൽ ഈ ഒരു 13 വർഷം പഴക്കമുള്ള ഈ ഒരു കാറ് ഓടിക്കുമ്പോൾ ഒരു പുതിയ ഒരു ഇപ്പോൾ ബലേനോ അതേപോലെ സ്വിഫ്റ്റ് ഒക്കെ ഓടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു കംഫോർട്ട് തന്നെ ഈ ഒരു വണ്ടിക്കുണ്ട്. കാരണം ടൊയോട്ട തരുന്ന ആ ഒരു ക്വാളിറ്റി അതേപോലെ തന്നെ എഞ്ചിൻ സൈഡ് റിഫൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിക്കുണ്ട്. ഇതിൻ്റെ ഇൻറ്റീരിയറും മറ്റു കാര്യങ്ങളും മാത്രമാണ് കുറച്ച് പോരായ്മകളുള്ളത്. ഇപ്പം നെഗറ്റീവായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നതായിരിക്കും. പിന്നെ വണ്ടി ഓടിച്ചുകൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ നമ്മൾ ലുക്ക് വൈസ് കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ബാക്ക് സൈഡ് വ്യൂവിനെ കുറിച്ച് പറയാനുള്ളതെന്ന് വെച്ചാൽ ബാക്ക് സൈഡ് ആണെങ്കിലും സൈഡ് ആണെങ്കിലും കാണാനൊക്കെ നല്ല ലുക്ക് ഉണ്ട്, നല്ല ഫിനിഷും കാര്യങ്ങളുള്ള തന്നെയാണ്. ഇപ്പോൾ ലുക്കിൻ്റെ പുറത്തൊന്നും അധികമൊന്നും പറയാനില്ല. കാരണം എല്ലാവരും കണ്ടു പറഞ്ഞ മുഖമാണ്, എല്ലാവർക്കും പരിചയമുള്ളൊരു മുഖമാണ് ഈ ഒരു ഇത്തിയോസിൻ്റെ. ഇപ്പോൾ പെട്രോൾ ആണെങ്കിലും ഡീസലാണെങ്കിലും ലുക്കിൻ്റെ മാറ്റങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് വരുന്നത് ഒരു ബ്ലൂ കളർ എഡിഷനാണ്, ഒരു സ്കൈ ബ്ലൂ എഡിഷനാണ് ഈ ഒരു വണ്ടിക്ക് വരുന്നത്. ഇപ്പോൾ ബാക്കിൽ ലിവാന്ന് എഴുതിയുള്ള ഒരു ബാഡ്ജിങ് ഒക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ആകെ ഒരു ടൊയോട്ടൻ്റെ എംബ്ലം മാത്രമാണ് ഇപ്പോൾ ബാക്കിൽ കൊടുത്തിട്ടുള്ളത്.
പിന്നെ അതേപോലെ തന്നെ നമ്മൾ ആ ഒരു ഡിക്കി തുറക്കുന്ന ഒരു ഭാഗത്ത് അതിൽ ഒരു ക്രോം ഫിനിഷ് ഉണ്ട്, അത് കാണാൻ നല്ല ഭംഗിയാണ്. വണ്ടിൻ്റെ ഈ ഒരു കളർ 13 വർഷം പഴക്കമുണ്ടെങ്കിലും സ്റ്റിൽ ഈ ഒരു വണ്ടി ഇപ്പോഴും നല്ല തിളങ്ങിക്കൊണ്ട് തന്നെയാണ്. അതായത് ഒരു പഴക്കമൊന്നും ആ ഒരു പെയിൻറ്റിങ്ങിനൊന്നും തോന്നിക്കില്ല. അതായത് പെയിൻറ്റ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉഗ്രമാണ്. പെയിൻറ്റിൻ്റെ ക്വാളിറ്റി ആണെങ്കിലും ബോഡി ക്വാളിറ്റിനെ കുറിച്ചൊന്നും ഞാൻ അധികം പറയേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ എഞ്ചിനെ കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയുന്ന ടൊയോട്ടൻ്റെ എഞ്ചിൻ എന്ന് പറയുമ്പോൾ നല്ല റിഫൈൻഡ് ആയിട്ട് ലോങ് ടൈം ഓടുന്ന ഒരു എഞ്ചിനാണ്. അതേപോലെ തന്നെ ബോഡിനെ കുറിച്ചാണെങ്കിൽ ഈ ഒരു വണ്ടിക്ക് 4 സ്റ്റാർ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നമുക്ക് ആക്സിഡൻറ്റിലൊക്കെ പറ്റുകയാണെങ്കിൽ നല്ല സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള 2 എയർ ബാഗൊക്കെ വരുന്ന ഒരു മോഡൽ തന്നെയാണ് 2011 ഇറങ്ങിയിരുന്നത്. ഇപ്പോൾ നമുക്ക് ഇൻറ്റീരിയറിനെ കുറിച്ചൊന്ന് ചെക്ക് ചെയ്യാം. ഇൻറ്റീരിയർ സ്റ്റിൽ അന്ന് വന്നിരുന്ന അതേ ഒരു ബ്രാൻഡ് കണ്ടീഷനിലാണ്. അപ്പോൾ ഈ ഒരു സ്റ്റിയറിംഗ് ഒക്കെ ഉണ്ടല്ലോ, ഓൾ ടൈപ്പ് ടൊയോട്ടൻ്റെ ഒരു സ്റ്റിയറിംഗ് ആണ് എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ മീറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ സെൻറ്ററിലാണ് വരുന്നത്. ഇപ്പോൾ ടൊയോട്ട ഇറ്റിയോസ് സീരീസിലൊക്കെ വന്നിരുന്നത് ആ ഒരു സെൻറ്ററിലാണ് മീറ്റർ ക്ലസ്റ്റർ. അപ്പോൾ ചിലർക്കൊക്കെ അതൊരു ബോറിംഗ് ആയിട്ട് തോന്നി. എനിക്കും വലിയ പ്രശ്നവും കാര്യങ്ങളും തോന്നില്ല. പിന്നെ അതേപോലെ നമ്മൾ വണ്ടി ഓടിക്കുന്ന ടൈമിൽ ആ ഡ്രൈവർക്ക് കറക്റ്റായിട്ട് ആ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടും. അതുമാത്രമല്ല ഈ ഒരു ചെറിയ വണ്ടികളിലൊക്കെ ഉള്ള പ്രശ്നമാണ് കാല് അവിടെ ഇവിടെയൊക്കെ കൂട്ടിമുട്ടുന്നത്. അതായത് സ്ഥലമില്ല, ലെഗ് റൂം ഇല്ല, തീരെ ഇല്ലാത്തൊരു പ്രശ്നം ബാക്കിലിരിക്കണവർക്കല്ല ഫ്രണ്ടിലിരിക്കണവർക്കൊക്കെ ബാധിക്കും. പക്ഷേ ഒരു ഇറ്റിയോസ് ലീവിൽ ആ പ്രശ്നമല്ല, അത്യാവശ്യം ലെഗ് റൂമിന് ഉണ്ട്. ഇപ്പോൾ ഞാൻ വരുന്നത് 5 അടി 7 ഇഞ്ചാണ്. എനിക്കൊക്കെ ഇനിയും കാല് ഫ്രണ്ടിലേക്ക് നീട്ടിയിരിക്കാനുള്ള ഒരു സ്പേസ് തന്നെ അതിലുണ്ട്. പിന്നെ അതേപോലെ ഫ്രണ്ട് സീറ്റ് അത്യാവശ്യം ബാക്കിലേക്ക് തന്നെയാണ് വലിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ നേരത്തെ ഡ്രൈവ് ചെയ്യുന്ന ടൈമിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ ബാക്കിലേക്ക് വലിച്ചിട്ടാണ്. എന്നാലും സ്പേസും കാര്യങ്ങളൊക്കെ ലെഗ് റൂമൊക്കെ അത്യാവശ്യം ലെഗ് റൂമുള്ള ഒരു വണ്ടിയാണ്. ഓവറായിട്ടില്ല, എന്നാലും വേണ്ടത്ര ലെഗ് റൂമും കാര്യങ്ങളുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിൽ വരുന്ന ഈ ഒരു ഗ്ലോ ബോക്സ് അത്യാവശ്യം വലിയൊരു ഗ്ലോ ബോക്സ് ആണ്. അത് മാത്രമല്ല AC ഇട്ട് കഴിഞ്ഞാൽ അതിലേക്ക് കൂളിങ്ങും കാര്യങ്ങളൊക്കെ പോകുന്നൊരു ടൈപ്പാണ് ഈ ഒരു ഗ്ലോ ബോക്സ് വരുന്നത്. അപ്പോൾ നമുക്ക് എഞ്ചിൻ റൂമും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം. 1197 കിവി കപ്പാസിറ്റി ഒരു എഞ്ചിനാണ്. 4 സിലിണ്ടർ ഇൻലൈൻ 4 വാൾവ് എഞ്ചിനാണ്. അതേപോലെ തന്നെ 1.2 പെട്രോൾ എഞ്ചിനാണ് ഈ ഒരു വണ്ടിക്ക് വരുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല മെക്കാനിക്കിനൊക്കെ ഉള്ളിൽ കൈയിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു ലെവൽ തന്നെയാണ് ഈ ഒരു എഞ്ചിൻ്റെ അസംബ്ലിങ് കാര്യങ്ങളൊക്കെ വന്നത് ഇതിൻ്റെ സ്ട്രക്ചറിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഈ ഒരു എഞ്ചിനെ കുറിച്ച് പറഞ്ഞാൽ അടിപൊളി ഒരു എഞ്ചിനാണ്. കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ കുറവാണ്, സർവീസ് കോസ്റ്റും കുറവാണ്. അപ്പോൾ നമുക്ക് ബാക്കിലെ ആ ഒരു ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ നോക്കാം. സീറ്റിൻ്റെ ഇൻറ്റീരിയർ ലുക്കിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഓക്കെ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അത്രമാത്രം ഒരു ഇൻറ്റീരിയറൊന്നും ഈ കാറിൻ്റെ ഉള്ളിലില്ല. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ പ്ലാസ്റ്റിക് ബോഡി ക്വാളിറ്റി കാണാൻ വലിയ വൃത്തിയും കാര്യങ്ങളൊന്നുമില്ല. ബട്ട് കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ കുറവാണ്. അതായത് പൊട്ടി പോരുന്നത്, അതായത് പറഞ്ഞു പോരുന്ന അവസ്ഥയൊന്നും ഈ ഒരു വണ്ടിക്ക് വന്നിട്ടില്ല. അപ്പം നമുക്ക് ഈ ഒരു വണ്ടി ഓടിച്ചും കൊണ്ടുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പോഴാണ് ഈ ഒരു വണ്ടിനെ കുറിച്ച് കൂടുതലായി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ കഴിച്ച് നമുക്ക് ഈ ഒരു ഇറ്റിയോസ് ലീവ ഓടിക്കുന്ന ടൈമിൽ നമുക്ക് കിട്ടുന്ന ഫീൽ എന്താ വെച്ചാൽ, ഈ ഒരു ടൊയോട്ട വണ്ടികൾ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട വാഹനങ്ങൾ. കാരണം വെച്ചാൽ ലോങ് ഡ്രൈവും കാര്യങ്ങളൊക്കെ നല്ല കംഫോർട്ടബിൾ ആയിട്ട് പോകാൻ പറ്റിയ ഒരു എഞ്ചിനാണ് ഈ ഒരു വണ്ടി ഉള്ളത്. കാരണം ചില വണ്ടികളിലൊക്കെ നമ്മൾ ഓടിക്കുന്ന ടൈമിൽ ആ ഒരു എഞ്ചിൻ നമ്മളെ ചടപ്പിക്കുന്ന രീതിയിലുള്ള വൈബ്രേഷൻസും കാര്യങ്ങളും, അതേപോലെ തന്നെ ഷിഫ്റ്റിങ്ങും കാര്യങ്ങളും തീരെ സ്മൂത്ത്നെസ് ഉണ്ടല്ലോ. അതുകൊണ്ട് നമ്മളെ കയ്യിനും അതേപോലെ തന്നെ നമ്മളെ വണ്ടി ടോട്ടലി ലോങ് ടൈം ഓടുമ്പോൾ നമുക്കൊരു പണി വരും. അതായത് ബോഡിക്ക് ഭയങ്കര തളർച്ച, ക്ഷീണം വരുന്ന രീതിയിലുണ്ടാവും. പക്ഷേ ഈ ടൊയോട്ട വണ്ടികൾ ഓടിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫീല് വളരെ കുറവായിരിക്കും തന്നെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്നോവ പോലുള്ള വണ്ടികളൊക്കെ ആണെങ്കിൽ നല്ല കംഫോർട്ടബിൾ ആയുള്ള റൈഡും കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു വണ്ടി വെച്ച് നോക്കുകയാണെങ്കിൽ ടൊയോട്ടൻ്റെ കുഴപ്പമില്ലാത്ത എഞ്ചിൻ സൈഡ് ആണെങ്കിൽ ആ ഒരു ടൊയോട്ടൻ്റെ ആ ഒരു ഫാമിലി സ്ട്രെങ്ത്, അതേപോലെ ആ ജെനറ്റിക് തന്നെ കീപ്പ് ചെയ്ത് കൊണ്ട് തന്നെ ഈ ഒരു വണ്ടിൻ്റെ എഞ്ചിനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്, ഭയങ്കര സ്മൂത്താണ്. ഇതിന് ഈ വണ്ടി ഓടിക്കുമ്പോൾ എൻ്റെ ഗിയർ ഷിഫ്റ്റിംഗ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കാരണം വെച്ചാൽ നമ്മൾ പെട്ടെന്ന് നമുക്ക് ഷിഫ്റ്റ് ചെയ്ത് മാറ്റും ചെയ്യാം. നല്ല സ്മൂത്ത് ആയിട്ടുള്ള ട്രാൻസിഷനാണ് നടക്കുന്നത്, നമുക്ക് ഇഷ്ടപ്പെടും. കാരണം വെച്ചാൽ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഒരു ഹാർഡ്നെസ്സും ഫീൽ ഇല്ല, നല്ല സ്മൂത്തായിട്ട് നമുക്ക് കൈകൊണ്ട് ഷിഫ്റ്റ് ചെയ്യാമെന്നില്ല, ഈസി ആയിട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റിയൊരു ഗിയറിംഗ് ആണ്, ഈ ഗിയർ സെറ്റപ്പാണ് ഈ ഒരു വണ്ടി വന്നിട്ടുള്ളത്. എത്തിയോസ് ലീവ പെട്രോളിൻ്റെ ക്ലച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഷോർട്ടാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലച്ചിൽ നിന്ന് കാലെടുക്കാം. സ്റ്റിയറിംഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്റ്റിയറിംഗ് നല്ല കംഫോർട്ടബിൾ ആയിട്ടുള്ള സ്റ്റിയറിംഗ് ആണ്. സ്റ്റിയറിംഗിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു ഹാൻഡ്ലിങ്ങും കാര്യങ്ങളും നമുക്ക് വണ്ടി പക്കായിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു സ്റ്റിയറിംഗ് തന്നെയാണ്. ഇതിലുള്ള കൺട്രോളിങ് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. സ്റ്റിയറിംഗ് ഹാൻഡ്ലിങ്ങിനെ കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ നല്ല സ്പീഡിലൊക്കെ വന്ന് ടേൺ ചെയ്യുന്ന ടൈമിൽ ആ ഒരു കോൺഫിഡൻസും കാര്യങ്ങളും എനിക്ക് ഡീസൽ എത്തിയോസ് ലിവയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു കോൺഫിഡൻസ് എനിക്ക് ഇതിൽ കിട്ടില്ല. ചെറുതായിട്ട് പാളി പോകുന്ന ഒരു ലെവലായിട്ട് എനിക്ക് തോന്നി. അതായത് നല്ല ടേണിങ്ങിൽ ഓടിയുമ്പോൾ അത്രമാത്രം കോൺഫിഡൻസ് എനിക്ക് ഫീൽ ചെയ്തില്ല ഈ ഒരു പെട്രോൾ എത്തിയോസ് ലിവയിൽ. നമ്മൾ ഈ ഒരു പെട്രോൾ ഇറ്റിയോസ് ലീവ ഓടിക്കാൻ ഭയങ്കര ഫണ്ണാണ്. ഇതിൽ ഓവർടേക്ക് ചെയ്യുമ്പോൾ ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് അടിപൊളിയായിട്ട് കയറിപ്പോവും. പിന്നെ അത് മാത്രമല്ല ആ ഒരു ഗിയർ കയറിപ്പോകുമ്പോൾ കിട്ടുമ്പോൾ ആ ഒരു RPMൻ്റെ സൗണ്ട്, ആ വണ്ടി കിട്ടുന്ന ആ ഒരു എൻജിൻ സൗണ്ടും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്, നല്ലൊരു നോയ്സാണ്. ഇപ്പോൾ എൻജിൻ വെൽ റിഫൈൻഡ് ആണ്. ബ്രേക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു ബ്രേക്കിംഗ് ആണ് ഇറ്റിയോസ് ലീവ പെട്രോളിന് വന്നുള്ളത്. അത്യാവശ്യം നല്ല ബ്രേക്കിംഗ് ആണ്, ചവിട്ടിയോടെ തന്നെ വണ്ടി നിൽക്കുന്നുണ്ട്. എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല, നല്ലൊരു എഞ്ചിനാണ്. എഞ്ചിൻ റിഫൈൻഡ് ആണെന്ന് പറയാനുള്ള മെയിൻ കാരണം എന്താ വെച്ചാൽ നമ്മളൊന്ന് കാല് കൊടുത്ത് വണ്ടി ഓടിക്കുന്ന ടൈമിൽ
ഇപ്പോൾ നമ്മളെ എത്ര കാലം കൊടുത്ത് വണ്ടി ഓടിക്കുകയാണെങ്കിൽ പോലും ഒരു ചെറിയ വൈബ്രേഷനും കാര്യങ്ങളൊന്നും വണ്ടർ ഭാഗത്തുനിന്നില്ല, എഞ്ചിൻ ഭാഗത്തുനിന്നില്ല. പിന്നെ അത് മാത്രമല്ല ഇത്രയും കാലം 13 വർഷമായിട്ട് ഈ ഒരു വണ്ടി നമ്മൾ ഓടിക്കുന്നത്, അതായത് നമ്മളെ ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്. ഇപ്പോൾ ഒരു 13 വർഷം പഴക്കമുള്ള ഈ ഒരു കാറിൽ ഇപ്പോഴും ആ ഒരു റെസ്പോൺസും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. കൊടുക്കുന്ന ടൈമിൽ തന്നെ വണ്ടി വലിവും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. നമ്മൾ AC ഇട്ട് ഓടിക്കുകയാണെങ്കിൽ ചെറിയൊരു പവർ ഡ്രോപ്പ് ഉണ്ട്, അതെല്ലാം ഇത്യോസിലുള്ളതാണ്. അതായത് ഡീസലാണെങ്കിൽ ഇത്രമാത്രം അറിയില്ല, ബട്ട് പെട്രോളിലാകുമ്പോൾ AC ഇട്ട് കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് പവർ കമ്മിയാവണ പോലെ നമുക്ക് തോന്നും. അപ്പോൾ ഈ ഒരു വണ്ടി വരുന്നത് 1197cc വരുന്ന ഒരു പെട്രോൾ എഞ്ചിനാണ്, 1.2 പെട്രോൾ എഞ്ചിനാണ്. ഇപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് ഗിയറിൽ തന്നെ നല്ല റെസ്പോൺസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു സെക്കൻഡ് ഗിയറിലൊക്കെ ഇട്ട് ഒന്ന് ഓവർടേക്കും കാര്യങ്ങളൊക്കെ ചെയ്യണം, നല്ല അടിപൊളി പവറും കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി ഓട്ടം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു പെട്രോൾ എത്തിയോസ് ലീവ് നിങ്ങൾക്ക് മാച്ച് ആവുമെന്ന് എനിക്ക് ഒരിക്കലും തോന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ മൈലേജും കാര്യങ്ങളൊക്കെ കുറച്ച് ഷോക്കാണ്. കുറച്ച് ഷോക്ക് മീൻസ് ഒരു 10, 12, 13 മൈലേജൊക്കെയാണ് AC ഇട്ട് ഓടിച്ച് സിറ്റി റൈഡിലെ ട്രാഫിക്കിലൊക്കെ നമുക്ക് കിട്ടുക. നല്ല ഹൈവേയിലൊക്കെ ആകുമ്പോഴാണ് ഒരു 13, 14 കിലോമീറ്റർ മൈലേജ് പെട്രോളിന് കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് ലോങ് ഡ്രൈവും ഡെയിലി യൂസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി നല്ലത് ഡീസൽ ഇത്യോസ് ലീവേ ആയിരിക്കും. കാരണം വെച്ചാൽ ഡീസലിന് നല്ലൊരു മൈലേജ് ഉണ്ട്, അതായത് 20+ മൈലേജ് നമുക്ക് കിട്ടുന്നതായിരിക്കും. അതായത് AC ഇട്ട് ഓടിയാലും എത്ര റഷ് ഡ്രൈവ് നടത്തിയാലും നമുക്കൊരു 90, 20, 21 കിലോമീറ്റർ മൈലേജൊക്കെ ആ ഒരു ഡീസൽ വണ്ടി കിട്ടും. അപ്പോൾ ഈ ഒരു വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റി ഡ്രൈവിലും നല്ല ട്രാഫിക്കിലൊക്കെ ആണെങ്കിൽ നമുക്കൊരു 12, 11 കിലോമീറ്റർ മൈലേജൊക്കെയാണ് ഈ ഒരു വണ്ടി കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഡെയിലി ഓടിക്കുകയാണെങ്കിൽ കുറച്ച് എക്സ്പെൻസും കാര്യങ്ങളൊക്കെ പെട്രോളിന് ആവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പെട്രോൾ കുറച്ച് അടിച്ചാലും വേണ്ട, നല്ല റൈഡിങ് കംഫോർട്ട്, അതേപോലെ തന്നെ പെപ്പേറ്റ്, അതേപോലെ തന്നെ നല്ലൊരു റെസ്പോൺസും കാര്യങ്ങളൊക്കെ പെട്രോൾ എഞ്ചിന് കിട്ടുന്ന ആ ഒരു റോ സൗണ്ടൊക്കെ ഉണ്ടെങ്കിൽ പെട്രോൾ വണ്ടി തന്നെയായിരിക്കും മാച്ച് ആയിരിക്കുക. ഡെയിലി യൂസിന് ലോങ് ഡ്രൈവും കാര്യങ്ങളും കുറച്ച് ഫ്യൂൽ എഫിഷ്യൻസി സേവ് ചെയ്യണമെങ്കിലൊക്കെ നിങ്ങൾക്ക് ഡീസൽ എഞ്ചിനായിരിക്കും ഒന്നും കൂടി ബെറ്റർ ചോയ്സ്. നമ്മൾ ഈ ഒരു ടൊയോട്ട ഇത്യോസ് ലീവയിൽ വരുന്ന ഒരു ബാക്ക് സൈഡ് പാസഞ്ചർ കംഫോർട്ടിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ, ഈ കംഫോർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം പറയുന്നത് നമ്മളെ സസ്പെൻഷനെ കുറിച്ചാണ്. അപ്പോൾ സസ്പെൻഷൻ എല്ലാ ടൊയോട്ട വാഹനങ്ങളെ പോലും ബാക്കിൽ പാസഞ്ചേഴ്സിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. അപ്പോൾ പാസഞ്ചേഴ്സിനൊക്കെ നല്ല റൈഡിങ് കംഫോർട്ടും കാര്യങ്ങളും ഇതിൽ ബാക്കിലെ സീറ്റിലുണ്ട്. ലോങ് ഡ്രൈവും കാര്യങ്ങളൊക്കെ നമുക്ക് പോകാൻ പറ്റിയ റൈഡിങ് കംഫോർട്ട് തന്നെ ഈ ഒരു വണ്ടിയിലുണ്ട്. ഇപ്പോൾ സസ്പെൻഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ സോഫ്റ്റ്വെയർ സൈഡ് സസ്പെൻഷനും അല്ല, എന്നാൽ നല്ല ഹാർഡും അല്ല, ഒരു മീഡിയം ടൈപ്പ് സസ്പെൻഷനാണ്. എല്ലാ ടൊയോട്ട വാഹനങ്ങളിലും കൊടുത്ത പോലെ തന്നെ ഒരു മീഡിയം ടൈപ്പ് കംഫോർട്ടും കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിയിൽ കിട്ടുന്നുണ്ട്. അതായത് ലോങ് ഡ്രൈവ് പോകുകയാണെങ്കിൽ നമുക്ക് ചടപ്പും കാര്യങ്ങളൊന്നും തോന്നില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൈഡിങ് കംഫോർട്ടിന് ഈ ഒരു വണ്ടർ ബാക്ക് സീറ്റിലും ഫ്രണ്ടിലും ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ നല്ലൊരു ലെഗ് സ്പേസും കാര്യങ്ങളും ലെഗ് റൂമും കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിയിൽ ഉണ്ട്. ഇപ്പോൾ ഫ്രണ്ടിൽ ഡ്രൈവർ സീറ്റിലാണെങ്കിൽ നമുക്ക് അവിടെ ഇവിടെ കാല് തട്ടുന്ന ഒരു ഫീലും കാര്യങ്ങളൊന്നും ഇല്ല. പൾട്ട പോകാനുള്ള വാഹനങ്ങളൊക്കെ ഓടിക്കുകയാണെങ്കിൽ നമ്മളെ മുട്ടുകാലൊക്കെ നമ്മൾ ആ സ്റ്റിയറിങ്ങിൻ്റെ അടിയിലുള്ള ആ ഒരു എന്താ പറയുക ഡാഷ് ബോർഡിൻ്റെ ചില ഭാഗങ്ങളിലൊക്കെ തട്ടുന്നതായിട്ടുണ്ട്. അതിൽ ഫ്രണ്ടിലേക്ക് വലിച്ചിട്ട് ബാക്കിലേക്ക് വലിച്ചിടുകയാണെങ്കിൽ ബാക്കിലിരിക്കണ സീറ്റിലിരിക്കണ വ്യക്തികൾക്ക് പാസഞ്ചേഴ്സിൻ്റെ കാലിൽ സീറ്റ് പോയിട്ട് തട്ടുന്നൊരവസ്ഥയും വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു വണ്ടിയിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ 2 സീറ്റിലും നല്ല ഒരു ലെഗ് സ്പേസും കാര്യങ്ങളും ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ അത്യാവശ്യം നല്ല കുഷീനൊക്കെ ആയിട്ടുള്ള ഒരു റൈഡിങ് കംഫോർട്ടോട് കൂടിയിട്ടുള്ള ഒരു സീറ്റ് തന്നെയാണ് ഈ ഒരു വണ്ടിയിലും വരുന്നത്. അപ്പോൾ ഈ ഒരു പെട്രോൾ ഇത്യോസ് ലീവിനെ കുറിച്ച് പറയുന്നത്, ഇതിൻ്റെ ഡ്രൈവിംഗ് ഡൈനാമിനെ കുറിച്ച് ഭയങ്കര സ്മൂത്താണ് വണ്ടി ഓടിക്കാനൊക്കെ, നല്ല അടിപൊളിയാണ്. ഓരോ ഗിയറും നമ്മൾ നല്ല സ്മൂത്തായിട്ട് നല്ല എൻജോയ് ചെയ്ത് തന്നെ നമ്മൾ ഈ ഒരു വണ്ടി ഓടിക്കുന്നുണ്ട്. ഇപ്പോൾ ക്ലച്ചിന് പറയുകയാണെങ്കിൽ ക്ലച്ച് ഡീസലിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒന്നുകൂടി സ്മൂത്തായിട്ടുള്ള ക്ലച്ചാണ്. നമുക്ക് എന്താ പറയുക കാലുവേദനയും കാര്യങ്ങളൊന്നും എടുക്കില്ല, നല്ല എഫോർട്ട് എടുത്തിട്ട് ചേഞ്ച് ചെയ്യേണ്ട ക്ലച്ചൊന്നുമല്ല, നല്ല സ്മൂത്തായിട്ടുള്ളൊരു ക്ലച്ചാണ്. അത് നമുക്ക് ഭയങ്കരമായിട്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ ഇഷ്ടപ്പെടും ഇതിൻ്റെ ഒരു ക്ലച്ചും കാര്യങ്ങളൊക്കെ. ഈ ഒരു വണ്ടിൻ്റെ ഔട്ട്പുട്ട് അതേപോലെ തന്നെ റെസ്പോൺസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ കാല് കൊടുക്കുമ്പോൾ തന്നെ വണ്ടി കയറി പോകണൊക്കെ ഉണ്ട്, അധികം ലാഗും കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ പവർ ഡ്രോപ്പിൻ്റെ പറയുകയാണെങ്കിൽ നമ്മൾ AC ആണെങ്കിൽ ചെറിയൊരു ഡ്രോപ്പും കാര്യങ്ങളൊക്കെ അത് നമ്മൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ മാത്രം മനസ്സിലാവുള്ളൂ. അല്ലാണ്ട് നമ്മൾ പെട്ടെന്ന് ഓടിക്കുന്ന ടൈമിൽ വലിയൊരു എന്താ പറയുക ഡ്രോപ്പും കാര്യങ്ങളൊന്നും പവറിലില്ല. പിന്നെ ഈ ഒരു വണ്ടിക്ക് വരുന്നത് 80 bhp ഹോഴ്സ് പവർ, 5600 RPM വരെ. അതേപോലെ തന്നെ ഈ ഒരു വണ്ടീൻ്റെ ടോർക്ക് വരുമ്പോൾ 104 Nm ടോർക്ക്, 3100 RPM വരെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടി ഓടിക്കാനും അതേപോലെ തന്നെ ഹാൻഡ്ലിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. പിന്നെ നല്ല കംഫോർട്ട് ഈ ഒരു വണ്ടിക്ക് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ഒരു വാഹനം ഓടിക്കുമ്പോൾ 3rd ഗിയറിൽ നല്ല കുറഞ്ഞ സ്പീഡിൽ നമുക്ക് പോകാൻ പറ്റും. ഇപ്പോൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ ചെറുതായിട്ടൊന്ന് സഡൻ ഓവർടേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ഡൗൺ ചെയ്ത് കൊടുത്താൽ മതി. അതേപോലെ തന്നെ നമുക്ക് ട്രാഫിക്കിലൊക്കെ നല്ല സുഖമായിട്ട് പോകാൻ പറ്റും. സിറ്റി യൂസിനൊക്കെ നൈസാണ് ഈ ഒരു വണ്ടി. അതായത് പക്ക ഒരു ബോഡി ഷേപ്പും കാര്യം നമുക്ക് ഏതൊരു ഗ്യാപ്പിൽ നമുക്ക് എടുത്തെടുത്ത് പോകാൻ പറ്റിയൊരു ബോഡി സ്ട്രക്ചറാണ് ഈ ഒരു വണ്ടിക്കുള്ളത്. ഇപ്പോൾ ടൊയോട്ട സെക്കൻഡ്സ് മാർക്കറ്റിൽ ഇത്രയും പിടിച്ചു നിൽക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഈ ഒരു വണ്ടീന് റിഫൈൻമെൻ്റ് ആണ്. ഇപ്പോൾ എഞ്ചിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു കുറവില്ല, ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ കുറച്ച് മോശമാണെങ്കിലും എഞ്ചിൻ ഭാഗത്ത് ടൊയോട്ട ഒരു കുറവും ഈ ഒരു ഇത്യോസ് ലീവയിൽ വരത്തില്ല. ഡീസലാണെങ്കിലും പെട്രോൾ ആണെങ്കിലും ഒരു തരത്തിലുള്ള കംപ്ലയിൻസും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ റീസെൻ്റ്ലി ജനറൽ സർവീസ് വന്നിരിക്കുന്നത് 3500 രൂപയ്ക്കാണ് ഇതിൻ്റെ സർവീസ് കോസ്റ്റും കാര്യങ്ങളൊക്കെ
വന്നിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ള ബ്രാൻഡുകളൊക്കെ വെച്ചുവാണെങ്കിൽ ടൊയോട്ട അത്രമാത്രം എക്സ്പെൻസ് ഒന്നും അല്ല, ലോ മെയിൻ്റനൻസും കാര്യങ്ങളും തന്നെയാണ് ഡീസലാണെങ്കിലും പെട്രോൾ ആണെങ്കിലും ഇത്യോസ് ലിവകളിൽ വരുന്നുള്ളത്. അപ്പോൾ ഗൈസ് നമ്മളൊരു ഇത്യോസ് ലിവ നിങ്ങൾ എടുക്കാൻ സെക്കൻഡ്സ് പ്ലാൻ ഉള്ളവർക്ക് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ സ്ഥിരമായിട്ട് നിങ്ങൾ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ, അതായത് ലോങ് ഡ്രൈവും കാര്യങ്ങളും ഡെയിലി യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഡീസൽ വണ്ടിയായിരിക്കും ഒന്നുകൂടി ബെറ്റർ ഓപ്ഷൻ ചുരുക്കി പറയുകയാണെങ്കിൽ. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വണ്ടി എടുക്കുള്ളൂ കുറച്ച് കാലം നിർത്തിയിടണമെങ്കിൽ ആണെങ്കിൽ, അതേപോലെ തന്നെ ചെറിയ ഓട്ടം കാര്യങ്ങളും പെട്രോൾ അടിച്ചാലും കുറച്ചും കുഴപ്പമില്ല എന്നുള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും എത്തിയോസ് പെട്രോൾ ഇഷ്ടപ്പെടുന്നതായിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ റോ സൗണ്ടും അതേ ഒരു ഫീലിങ്ങും ഡ്രൈവിംഗ് ഫണ്ടിനൊക്കെ എന്തായാലും പെട്രോളിലായിരിക്കും ഒന്നുകൂടിയും കൂടുതൽ കിട്ടുമായിരിക്കാം. എന്നാലും ഡീസൽ കുഴപ്പമുണ്ടെന്നല്ല പറയുന്നത്. എനിക്ക് ഈ പെട്രോളും ഡീസലും വെച്ച് നോക്കുകയാണെങ്കിൽ ഇത്യോസ് ലീവുകളിൽ എനിക്ക് പേഴ്സണലി ഇഷ്ടം ഡീസൽ വണ്ടിയാണ്. ഒന്നുകൂടി ടോർക്കും കാര്യങ്ങളും ഡീസലിലായിരിക്കും കൂടുതൽ. അതേപോലെ തന്നെ 21 കിലോമീറ്റർ മൈലേജിൻ്റെ അടുത്ത് ഈ ഒരു വണ്ടിക്ക് ഡീസൽ വണ്ടിയിലേക്ക് കിട്ടും. പെട്രോൾ ആണെങ്കിൽ ഒരു 14 കിലോമീറ്റർ മൈലേജൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ ഒരു വാഹനം 13 വർഷം, അതേപോലെ തന്നെ 13 വർഷം പ്ലസ് 1 മാസം ഓടിയിട്ടുണ്ട്. അതായത് ഈ ഒരു വണ്ടിൻ്റെ സ്റ്റിൽ ബോഡി ക്വാളിറ്റി ഒക്കെ പക്ക പെർഫെക്ഷനാണ്, ഒരു കംപ്ലൈൻറ്റും കാര്യങ്ങളുമില്ല. പേഴ്സണലി എനിക്ക് ടൊയോട്ട വാഹനങ്ങൾ ഇഷ്ടപ്പെടാനുള്ള മെയിൻ കാരണം എന്താ വെച്ചാൽ സെക്കൻഡ്സ് വണ്ടി എടുക്കുകയാണെങ്കിലും നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റും. ബാക്കിയുള്ള ബ്രാൻഡിലൊക്കെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പണിയെടുത്ത് സർവീസ് സെൻ്ററിൽ നിന്ന് ഇറങ്ങാൻ ടൈം ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു സെക്കൻഡ്സ് വണ്ടിയിലെടുക്കുമ്പോൾ മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചെടുക്കുക. നിങ്ങളൊരു മെക്കാനിക്കിനെയും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് ഇതിൻ്റെ എഞ്ചിനും കാര്യങ്ങളും സൗണ്ടോ അല്ലെങ്കിൽ എഞ്ചിൻ സൈഡിൽ നിന്ന് എവിടെയെങ്കിലും ഓയിൽ ലീക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ശ്രദ്ധിച്ച് മാത്രം എടുക്കുക. അപ്പോൾ എങ്ങനത്തെ എന്തെങ്കിലും പണി വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കയ്യിൽ നിന്ന് പൊട്ടും. അതിപ്പോൾ ഏത് ബ്രാൻഡാണെങ്കിലും കയ്യിൽ നിന്ന് പൊട്ടും. അപ്പോൾ ശ്രദ്ധിച്ച് മാത്രം സെക്കൻഡ്സ് വണ്ടി എടുക്കുക. നല്ല വണ്ടികൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലോങ് ടൈമും കാര്യങ്ങളും ഓടാൻ പറ്റും. 1 ലക്ഷം 1.5 ലക്ഷം ഒന്നും ഓടിയ ടൊയോട്ട വാഹനങ്ങൾ നല്ല രീതിയിൽ സർവീസ് മെയിൻ്റെനൻസും അതേപോലെ തന്നെ സർവീസ് ഹിസ്റ്ററിക്കുള്ള വണ്ടികൾ എടുക്കുകയാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നല്ല രീതിയിൽ ഇനിയും ഓടാൻ പറ്റും. 1 ലക്ഷം എന്നുള്ളതൊന്നും ടൊയോട്ടയ്ക്ക് ഒരു പ്രശ്നമേ അല്ല. അപ്പോൾ സെക്കൻഡ്സ് വണ്ടികൾ എടുക്കുമ്പോൾ ശ്രദ്ധിച്ചെടുക്കുകയെന്ന് വെച്ചാൽ നമുക്ക് ഇതിന് വണ്ടികളൊക്കെ എടുക്കുന്ന ടൈമിൽ പല പ്രാവശ്യം പണികൾ വന്നിട്ടുണ്ട്. അതായത് സെക്കൻഡ്സ് വണ്ടികൾ ഡീലർമാരൊക്കെ തരികയാണെങ്കിൽ ഓല സൈഡ് ക്ലിയർ ആക്കിയിട്ട് നമ്മളെ തലയിലിടാനുള്ള ചാൻസും ഉണ്ട്. അതായത് വണ്ടി പുറത്തുനിന്ന് കാണുന്ന ലുക്ക് മാത്രം നോക്കിയിട്ട് വരില്ല, എഞ്ചിൻ റൂം എഞ്ചിൻ സൈഡ് സൗണ്ടും കാര്യങ്ങളൊക്കെ ഓയിൽ ലീക്കൊക്കെ നോക്കിയിട്ട് മാത്രം ശ്രദ്ധിച്ചെടുക്കുക. അപ്പോൾ വീണ്ടും പറഞ്ഞു വെച്ചാൽ നമുക്കൊക്കെ ഇഷ്ടംപോലെ പണി കിട്ടിയിട്ടുള്ളതാണ്. അതായത് വണ്ടിയൊക്കെ എടുക്കുന്ന ടൈമിൽ കാറായാലും ബൈക്കായാലും അനുഭവത്തിൻ്റെ പുറത്ത് പറയുകയാണെങ്കിൽ അപ്പോൾ വണ്ടിക്ക് എന്തെങ്കിലും എഞ്ചിൻ പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സമാധാനം പോവും, ക്യാഷും പോവും. സോ വണ്ടിയൊക്കെ നല്ല രീതിയിൽ നോക്കിയിട്ട് മാത്രം എടുക്കുക. അപ്പം എനിക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതേപോലെ തന്നെ ഏതെങ്കിലും വണ്ടിനെ കുറിച്ചൊക്കെ റിവ്യൂ ആണെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യും. അതേപോലെ തന്നെ ഏതെങ്കിലും സെക്കൻഡ്സ് വണ്ടികൾ എടുക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.